സോ വാട്ട്സപ്പ് യൂട്യൂബ് വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബൈക്കിൽ ഫ്രണ്ടിലും ബാക്കിലും സെഡ്ലിങ്ങിനെ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടൊരു ഷോർട്ട് വീഡിയോ ആണ്. സോ നമുക്കൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് സെഡ്ലിങ്ങിലോട്ട് വന്നതെന്ന് പറഞ്ഞുതരാം. സോ ഞാൻ ഇത് സെഡ്ലിങ്ങിന് വരുന്ന മുമ്പ് എനിക്ക് കുറേ ഐഡിയാസും തോട്ടൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഡ്യൂക്കിൻ്റെ സസ്പെൻഷൻ, ഡ്യൂക്കിൻ്റെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഫ്രണ്ടിലും ബാക്കിലും ഇടാം. പിന്നെ ADV 300 സസ്പെൻഷൻ എടുത്ത് ഫ്രണ്ടിലും ബാക്കിലും ഇടാം. അങ്ങനെയൊക്കെ കുറേ തോട്ട് വന്നായിരുന്നു. ഫസ്റ്റ് ADV 300 സസ്പെൻഷനാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ADVയുടെ സസ്പെൻഷൻ വരുമ്പോൾ ഫ്രണ്ട് നല്ല രീതിക്ക് ലിഫ്റ്റ് ആവും, ബാക്കും അതുപോലെ നല്ല രീതിക്ക് ലിഫ്റ്റ് ആവും. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് പഴയ ജനറേഷനിലില്ല. പക്ഷേ ഈ പുതിയ ജനറേഷൻ UG ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എക്സോസ്റ്റിൻ്റെ ഈ ഭാഗം അത് ഹിറ്റാവും. അപ്പം എനിക്ക് ആ ഒരു ഇത് വേണ്ട എന്ന് വെച്ചു. സോ ഐ തോട്ട് എന്തായാലും ഒരു മേടിച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് ഞാൻ സെല്ല് ചെയ്യേണ്ടി വരും. പിന്നെ ഡ്യൂക്കിൻ്റെ സസ്പെൻഷൻ എന്തുകൊണ്ട് പോകത്തെന്ന് വെച്ചാൽ ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ മച്ച് ലൈറ്റർ ബൈക്കാണ്, ഡോമിനോറിൻ്റെ അത്ര ഹെവി അല്ല. സോ അങ്ങനെ ഒരു സസ്പെൻഷൻ്റെ അത് മാക്സിമം കപ്പാസിറ്റി എന്താണെന്ന് എനിക്കിതൊരു അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇത്രയും ലോഡ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി സസ്പെൻഷൻ പെട്ടെന്ന് ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അത് ഈസ് മേഡർ ഫോർ ദാറ്റ്, സസ്പെൻഷൻ ഈസ് മേഡർ ഫോർ ദാറ്റ് ബൈക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബെറ്റർ ഇൻ ബോത്ത് ഹാൻഡ്സ് ആയിട്ട് സെഡ്ലിംഗ് സസ്പെൻഷനിലോട്ട് പോകുന്നത്. സെഡ്ലിങ്ങിലോട്ട് ഒന്നും പിന്നെ ഞാൻ സെഡ്ലിങ്ക് ഫിക്സ്ഡ് ഇറ്റ്, ഇൻക്വയർ ചെയ്തു, കാര്യങ്ങളൊക്കെ ഫിക്സായി. സോ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ സെഡ്ലിങ്കിൽ നമ്മൾ ഇൻക്വയർ ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കും, അതായത് നമ്മളെ വെയിറ്റ് എന്താണ്, പില്ലിയൻ്റെ വെയിറ്റ് എന്താണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണോ, പില്ലിയൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളാണോ, പിന്നെ എത്ര പെർസെൻറ്റേജ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും, എത്ര പെർസെൻറ്റേജ് പില്ലിയൻ്റെ കൂടെ ട്രാവൽ ചെയ്യും, പിന്നെ ഓൺ റോഡ് എത്ര പെർസെൻറ്റേജ്, ഓഫ് റോഡ് എത്ര പെർസെൻറ്റേജ്, നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഫേസ് ചെയ്യുന്നത്. സോ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ ബൈക്കിൽ എന്തെങ്കിലും ഫ്രണ്ട് വീലിലോ ബാക്ക് വീലോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പം അത് എല്ലാവർക്കും ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബൈക്ക് മേടിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു സസ്പെൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു പറ്റുന്ന കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ഇത് ടൈലർ മെയ്ഡ് സസ്പെൻഷനാണ്, ഇത് ടൈലർ സ്റ്റിച്ച്ഡ്, നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമായിട്ട് നിങ്ങളുടെ വെയിറ്റിനും നിങ്ങളുടെ ഫീഡ്ബാക്കിനും ഉണ്ടാക്കുന്ന സസ്പെൻഷനാണ്. അപ്പോൾ നിങ്ങൾ ആ ബൈക്കിനെ കുറിച്ച് നല്ല രീതിക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സസ്പെൻഷൻ അത്രയ്ക്ക് പ്രോപ്പർ ആയിരിക്കുള്ളൂ. കാരണം ഞാൻ ഒരു 1.5 പേജ് ഫീഡ്ബാക്ക് എനിക്ക് എന്താണ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ 3 വർഷം പ്ലസ് 3 ഇയേഴ്സ് പ്ലസ് ഈ ബൈക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് എനിക്കുള്ളത്. അങ്ങനെ ഞാൻ ഫീഡ്ബാക്ക് കൊടുത്ത്. സോ എൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ടിലെന്ന് പറയുമ്പം സോളോ റൈഡ് പ്രശ്നമൊന്നുമില്ലായിരുന്നു. വിത്ത് പില്ലിയൻ പോകുമ്പോൾ ഭയങ്കര ഹാർഡറാണ് സസ്പെൻഷൻ. എനിക്ക് എല്ലാ ഇമ്പാക്റ്റും എൻ്റെ ഷോൾഡറിലും വിസ്റ്റിലും അറിയുന്നുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫീഡ്ബാക്ക്. പിന്നെ ബാക്കിൽ ഞാനൊന്നും പറയുന്നില്ല, ബാക്ക് ഭയങ്കര മോശമാണ് ഡോമിനോറിൻ്റെ സ്റ്റോക്ക് സസ്പെൻഷൻ. അതായത് ചെറിയ സ്പീഡ് ബ്രേക്കർ വരെ നമ്മളെ തിരിച്ച് ബാക്കിൽ ഹിറ്റ് ചെയ്യുന്നത് അറിയാൻ പറ്റും, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പം നമ്മൾ ഹിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബാക്കിൽ പില്ലിയൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം നമുക്കൊന്നും അറിയാത്ത ഒരു സ്പീഡ് ബ്രേക്കർ ആയിരിക്കും അവർക്ക് നല്ല രീതിക്ക് അറിയുന്ന. ചെറിയ കല്ല് പോലും അവർക്ക് നല്ല രീതിക്ക്. പിന്നെ അതിൻ്റെ റീബൗണ്ട്, അതായത് സ്റ്റോക്ക് സസ്പെൻഷൻ റീബൗണ്ട് ഭയങ്കര മോശമാണ്. അത് നമ്മുടെ ലക്ക് കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ റീബൗണ്ട് തന്നെ നമ്മളെ എടുത്തെറിയും. സോ അങ്ങനെ എനിക്ക് ഒരു തവണ പറ്റിയിട്ടുണ്ട്. എൻ്റെ ബൈക്കിൽ നിന്ന് സ്പീഡ് ബ്രേക്കർ ഞാൻ ചാടിയപ്പം റീബൗണ്ട് എടുത്ത് എന്നെ എറിഞ്ഞ്. സോ അങ്ങനെ ഒരു തവണ വീണ്. സോ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് ബാക്ക് സസ്പെൻഷനും ഫ്രണ്ട് സസ്പെൻഷനും എന്തായാലും മാറണം. സോ ബട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് കാരണം ഞാൻ പറഞ്ഞുതരാം. ബാക്ക് സസ്പെൻഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 17K, ഫ്രണ്ട് സസ്പെൻഷൻ ഓൾമോസ്റ്റ് 10K, പിന്നെ ഷിപ്പിംഗ് ചാർജ് അത് ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയും രണ്ട് സസ്പെൻഷൻ കൂടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു 28-29K കൊണ്ടാവും. നിങ്ങൾ ഫിക്സ് ചെയ്ത് വരുമ്പോൾ ആൾമോസ്റ്റ് 30K വിത്ത് ലേബർ എല്ലാം കൂടെ വരുമ്പോൾ. ജസ്റ്റ് ഫിക്സ് ഇറ്റ് 30K. നിങ്ങളെ ലേബർ, ഷിപ്പിംഗ് ചാർജ് അത് ഇത്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ അവർ മോസ്റ്റ്ലി ചോദിക്കുന്നത് ഇവിടെ നിന്ന് പൂനെ ഷിപ്പ് ചെയ്ത് അവർ അവിടെ നിന്ന് അസംബിൾ ചെയ്ത് തിരിച്ച് ഷിപ്പ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. സോ അങ്ങനെയൊക്കെ കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. അപ്പം നിങ്ങൾ സപ്പോസ് ബാംഗ്ലൂരിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. നമുക്ക് മോട്ടോഡോക്ക് അസംബിൾ ചെയ്ത്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഗാരേജ് മോട്ടോഡോക്കിൽ അസംബിൾ ചെയ്തതാണ്. സോ അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്ക് അത് മേടിക്കാനുണ്ട്. അപ്പോൾ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം സംഭവം എങ്ങനെയാണെന്നുള്ളത്. ലെറ്റ്സ് മൂവ് ടു സസ്പെൻഷൻ. അപ്പം ഇതിലെനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ സസ്പെൻഷൻ ഇൻവെസ്റ്റ് ചെയ്യണത് ഓർത്താണോ ഇല്ല, എനിക്ക് പിന്നെ ഞാൻ ചിന്തിക്കേണ്ടി വരുമോ എന്ന്. പിന്നെ എന്തായാലും ശരി, എനിക്ക് കംഫർട്ടില്ല. കാരണം എൻ്റെ പുറകെ പില്ലിയണും ഒട്ടും കംഫർട്ടല്ല. സോ ഞാൻ വിചാരിച്ചു
നോ അതർ ഡേ ലെറ്റ്സ് മൂവ് ഓൺ ടു സെറ്റ്ലിംഗ് സസ്പെൻഷൻ. ഞാൻ എൻക്വയറി കൊടുത്തു, സാധനം തീർന്നു. ഇത് മെയ്ഡ് ചെയ്ത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഫാക്ടറിയിൽ നിന്ന് മെയ്ഡ് ചെയ്ത് നമുക്ക് തരാനായിട്ട് ഏകദേശം 2 to 3 weeks വേണ്ടി. എങ്കിൽ 3 weeks ആയി. 3 weeks കഴിഞ്ഞ കൈ കിട്ടുള്ളൂ. അങ്ങനെ സാധനം കിട്ടി. അപ്പം ആദ്യം എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം ബാക്ക് സസ്പെൻഷൻ മാത്രം ഇട്ടു. അപ്പോൾ ഞാൻ ലിറ്ററലി റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാം, അതായത് ഫ്രണ്ടിൽ ഇമ്പാക്റ്റ് ഉണ്ട്, ഷോൾഡറിൽ ഇമ്പാക്റ്റ് വരണം. ബാക്ക് ഈസ് ബട്ടർ സ്മൂത്ത്, ചെറിയ ഇതിലൊന്നും ഇമ്പാക്റ്റ് ഇല്ല, പക്ക. 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടും കൂടെ വന്നപ്പോൾ ഞാൻ മോനെ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം ബാക്ക് മാത്രം ഇട്ടപ്പോൾ ഇത്ര ഇമ്പ്രൂവ്മെൻറ്റ്, അപ്പോൾ ഫ്രണ്ടിൻ്റെ ആവശ്യമില്ലെന്ന്. ഫ്രണ്ടും കൂടെ വന്നപ്പോഴാണ് ആ ഒരു ഇത് എന്തുമാത്രം സ്മൂത്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഇതിൽ കാണിച്ചു തരാം, നോക്കണേ. ഇത്രയ്ക്കും സ്മൂത്താണ്. സോ ഇത്രയും സ്മൂത്തായിട്ടും ഈ ഒരു പോർഷൻ ഇന്നെ മുകളിൽ ഒരു ഇതിൽ ഹിറ്റ് ചെയ്യുന്നില്ല. ബൈക്ക് ഫുള്ള് ഒരു ഇതൊക്കെ ആയിട്ട് റൈഡൊക്കെ അടിച്ച് അയക്കായിട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട. ബട്ട് സ്റ്റിൽ ഇത്ര സ്മൂത്തായിട്ടും വിത്ത് പില്ലിയനോടെ ഈ ഒരു പോർഷൻ ഇവിടെ ഹിറ്റാവില്ല, അത്രയ്ക്കും പക്കയാണിത്. പിന്നെ ഫ്രണ്ടും അതുപോലെ അറിയാലോ, ഇത്രയ്ക്കും സോഫ്റ്റാണ്. സോ ഇത് ലിറ്ററലി എല്ലാ ബമ്പും സ്പീഡ് ബ്രേക്കറും വിത്ത് നോ എഫേർട്ട് ഇത് സോക്ക് ചെയ്യാനുണ്ട്. ആൻഡ് എനിക്ക് വളരെ മിനിമം ഇത് മാത്രമേ എൻ്റെ വെസ്റ്റിലും ഷോൾഡറിലൊക്കെ അറിയുന്നുള്ളൂ. ഇത് ബട്ടർ സ്മൂത്താണ്. സോ എനിക്കിത് ബാങ്ക് ഫോർ ദ ബക്സ് എന്നേ പറയാനുള്ളൂ. എനിക്കിതിൽ വേറെ ഒന്നും പറയാനില്ല. മസ്റ്റ് ട്രൈ സസ്പെൻഷൻ ഫോർ ഡോമിനോർ, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് ഏകദേശം ഇട്ട് 2 months ആയി. അപ്പം 2 months എനിക്ക് എടുത്തു, കാരണം ഇതൊന്നും അനലൈസ് ചെയ്തു, എങ്ങനെയാണ് ഫീഡ്ബാക്ക്, മൾട്ടിപ്പിൾ ടെറൈൻസിൽ ഞാൻ ഓട്ടിച്ചു, എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് അതിൻ്റെ ഒരു മനസ്സിലാക്കി വരാനായിട്ടൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇതായിരുന്നു റൈറ്റ് ടൈം എന്ന് എനിക്ക് തോന്നി. എങ്ങനെയാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. സോ അത്രയ്ക്കുള്ളൊരു വീഡിയോ, ഇതൊരു ചെറിയ വീഡിയോ ആണ് സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം നിങ്ങൾക്കിപ്പം ഫ്രണ്ടിൽ കണ്ടറിയാം, ഒരു ഫ്രണ്ടിലൊരു 1/2 inch ലിഫ്റ്റ് ഉണ്ട്. നമ്മൾ സ്റ്റോക്ക് ഡോമിനോറിൻ്റെ ഈ ഒരു പോർഷൻ ഇവിടെ വരും. സോ ഇതിന് നേരെ ഇവിടെയായി. സോ ഈ 1/2 inch ലിഫ്റ്റ് നിങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൽ അറിയാൻ പറ്റും. പിന്നെ നത്തിങ്, ഇറ്റ്സ് മച്ച് ബെറ്റർ. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ലിഫ്റ്റ് ചെയ്തതും ഹാൻഡിൽ ബാറിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ കാണാം. സോ see you in another video. Until then, bye bye.